കേരളത്തിൽ മഴ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 31% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ ലഭിക്കേണ്ട സാധാരണ മഴയെ അപേക്ഷിച്ച് ഗണ്യമായ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മഴക്കുറവ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് കർഷകർക്കും ജലസ്രോതസ്സുകളെ ആശ്രയിക്കുന്ന ജനങ്ങൾക്കുമാണ്. വയനാടും ഇടുക്കിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴക്കുറവ് കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൃഷിയെയും കുടിവെള്ള ലഭ്യതയെയും മാത്രമല്ല, വൈദ്യുതി ഉൽപ്പാദനത്തിനും ദീർഘകാലത്തിൽ ബാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ ഒരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. കാലവർഷം വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ അവസാനത്തോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നും അതിൻ്റെ സ്വാധീനം തെക്കേ ഇന്ത്യയിലും അനുഭവപ്പെടാമെന്നുമാണ് റിപ്പോർട്ടുകൾ. എങ്കിലും മഴ തിരികെ എത്തുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും കൃത്യമായ കണക്കുകൾ എത്രമാത്രം ലഭിക്കുമെന്നത് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാനാവില്ല. അതുകൊണ്ട് കർഷകരും പൊതുജനങ്ങളും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു വശത്ത് എല്ലാവരും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റൊരു വശത്ത് മഴ വന്നാൽ ഇനി എപ്പോഴാണ് വെയിൽ എന്ന് ചോദിക്കും. മനുഷ്യരും കാലാവസ്ഥയും തമ്മിലുള്ള ഈ ബന്ധം വളരെ വിചിത്രമാണ്.